സത്യവിശ്വാസികളെ, നമുക്കിടയിൽ മനുഷ്യർക്കിടയിൽ അറിയപ്പെട്ട കാര്യമാണ് ഒരു കച്ചവടം, ഒരു വസ്തു കച്ചവടം ചെയ്യുന്ന സമയത്ത് അതിന് ജാമ്യം നിൽക്കുക, അല്ലെങ്കിൽ അതിനൊരു ഉറപ്പ് നൽകുക, അല്ലെങ്കിൽ അതിനൊരു ഗ്യാരണ്ടി നൽകുക എന്നുള്ളത്. കച്ചവടം ചെയ്യുമ്പോൾ കച്ചവട സാധനം കൂടുതൽ ആവേശത്തിൽ ആളുകൾ വാങ്ങാനും അതിനുള്ള സാധ്യതകളും വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ജാമ്യം നിൽക്കുന്നതും ഗ്യാരണ്ടികൾ നൽകുന്നതും. എന്നാൽ സഹോദരങ്ങളെ, ആ ജാമ്യം നിൽക്കുന്ന, ആ ഉറപ്പ് നൽകുന്ന വ്യക്തി ഏറ്റവും വിശ്വസ്തനും ഏറ്റവും സത്യസന്ധനുമാണെങ്കിൽ എത്രത്തോളം ഉറപ്പോടെയായിരിക്കും ആ വസ്തു വാങ്ങാൻ വേണ്ടി നാം തയ്യാറാവുക. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സാദിഖുൽ മസ്ദൂഖ് അൽ അമീൻ, സത്യസന്ധൻ എന്നറിയപ്പെടുന്ന, അന്ന് സാദിഖുൽ മസ്ദൂഖായിട്ടുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യപ്പെടുത്തിയിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാമ്യം നിന്ന ഒരു കാര്യം നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. ആ ചരക്ക് മറ്റൊന്നുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ചരക്കായ സ്വർഗ്ഗമാണ്. ഉബാദത്ത് ഇബ്നു സാമിറ്റ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്മനൂ ലി സിത്തൻ മിൻ അൻഫുസികും അദ്മനു ലക്കും അൽ ജന്ന. നിങ്ങളിൽ 6 കാര്യങ്ങളിൽ എനിക്ക് ഉറപ്പ് നൽകിയാൽ, 6 വിഷയങ്ങളിൽ നിങ്ങളുടെ സ്വന്തത്തിൽ നിങ്ങൾ എനിക്ക് ജാമ്യം നിന്നാൽ നിങ്ങൾക്കിതാ സ്വർഗമുണ്ട് എന്ന് ഞാനും ജാമ്യം നൽകുന്നു, നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് ഞാനും ഉറപ്പ് നൽകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് 6 കാര്യങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഒരു മുഅ്മിനിന്റെ വിശേഷണങ്ങളായി, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഈമാനുള്ള ആളുകളുടെ അടയാളമായി 6 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ 1ാമത്തെ കാര്യം, ഉസ്ദുഖു ഇദാ ഹദ്ദസ്തും, നിങ്ങൾ സംസാരിക്കുമ്പോൾ സത്യസന്ധത കാണിക്കുക. 2ാമത്തേത് വഔഫു ഇദാ വഅദ്തും, നിങ്ങൾ വാഗ്ദാനം നൽകിയാൽ, വാക്ക് പറഞ്ഞാൽ അത് പൂർത്തീകരിക്കുക. വഅദ്ദു ഇദാ തുമിൻതും, നിങ്ങൾക്ക് വിശ്വസിച്ച് എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു വസ്തു അത് ഏൽപ്പിച്ചാൽ ആ അമാനത്ത് കാത്തു സൂക്ഷിക്കുക. വഹ്ഫദു ഫുറൂജക്കും, നിങ്ങളുടെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിക്കുക. വഗുദ്ദു അബ്സാറക്കും, നിങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തുക. വകുഫു ഐദിയക്കും, നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതിരിക്കുക. 6 കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ 6 കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പോടുകൂടി കാത്തു സൂക്ഷിക്കുമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, അത് നിങ്ങൾ ജീവിതത്തിൽ തെളിയിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ജാമ്യം നിൽക്കുന്നു, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന്. എത്ര മഹത്തായ കാര്യങ്ങളാണ്, എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. 1ാമത്തെ കാര്യം അസ്സിദ്ഖു ഫിൽ ഹദീസ്, സംസാരിക്കുമ്പോൾ സത്യസന്ധത കാണിക്കുക. ഒരു മുഅ്മിനിന്റെ വിശേഷണമാണത്. കളവ് പറയുന്ന, കള്ളസാക്ഷ്യം വഹിക്കുന്ന ഒരാളായി ഒരു മുഅ്മിൻ മാറുകയില്ല. ആ സിദ്ഖ് അവനെ സ്വർഗത്തിലേക്ക് നയിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, അലൈക്കും ബിസ്സിദ്ഖ്, നിങ്ങൾ സത്യസന്ധരാവുക, സത്യസന്ധതയുള്ളവരാവുക. ഫഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ, തീർച്ചയായിട്ടും സിദ്ഖ് അത് പുണ്യത്തിലേക്ക് നയിക്കുന്നതാണ്. വഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, തീർച്ചയായിട്ടും ആ പുണ്യം എന്നുള്ളത് സ്വർഗത്തിലേക്ക് നയിക്കുന്നതാണ്. വമാ യസാലു الرجل وما يزال الرجل يصدق ويتحرى الصدق حتى يكتب عند الله صديقا, ഒരാൾ സത്യസന്ധനായി തുടർന്നുകൊണ്ടേയിരിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ സിദ്ദീഖാണെന്ന് രേഖപ്പെടുത്തുന്നതുവരെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സംസാരങ്ങളിൽ കളവ് പറയുന്ന, കള്ളസാക്ഷ്യങ്ങൾ വഹിക്കുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. അതൊരു മുഅ്മിന് യോജിച്ചതല്ല. അത് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കണം. 2ാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ വഫാഉ ഫിൽ വഅദ്, എന്തെങ്കിലും ഒരു വാഗ്ദാനം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കരാർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് പൂർത്തീകരിക്കുന്ന ആളുകളായിരിക്കണം. ആ വാക്ക് നമ്മൾ പൂർത്തീകരിക്കുന്നവരായിരിക്കണം. അത് മുഅ്മിനീങ്ങളുടെ വിശേഷണമാണ്. സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ പറയുന്നിടത്ത് പറഞ്ഞു, സൂറത്തുൽ മാഇദയിൽ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽ ഉഖൂദ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ നിങ്ങളുടെ കരാറുകൾ പൂർത്തീകരിക്കുക. അതുപോലെ തന്നെ അതിന് ഏറ്റവും അർഹൻ അല്ലാഹുവിനോടുള്ള കരാറാണ്. അല്ലാഹുവിനോടുള്ള കരാർ പൂർത്തീകരിക്കാൻ അല്ലാഹു തആല പറഞ്ഞു, വബി അഹ്ദില്ലാഹി ഔഫൂ, അല്ലാഹുവിനോട് ചെയ്തിട്ടുള്ള കരാറുകൾ നിങ്ങൾ പൂർത്തീകരിക്കുക. അപ്പോൾ നമ്മുടെ വാക്കുകൾ, നമ്മുടെ വാഗ്ദാനങ്ങൾ, നമ്മുടെ കരാറുകൾ പൂർത്തീകരിക്കുന്നവരായിരിക്കണം. 3ാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദാഉൽ അമാന, വിശ്വസ്തത. എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു അത് വിശ്വസിച്ച് നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ അടയാളമാണ്. നാളെ സ്വർഗ്ഗപ്രവേശനത്തിന് കാരണമാകുന്ന അടയാളമാണ്. സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു തആല പറഞ്ഞു, വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, മുഅ്മിനീങ്ങൾ അവരുടെ അമാനത്തുകൾ പൂർത്തീകരിക്കുന്നവരാണ്, അവരുടെ കരാറുകൾ കൃത്യമായി പൂർത്തീകരിക്കുന്നവരാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, അൽ മുഅ്മിനു മൻ അമിനഹു الناس على دمائهم واموالهم
ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവനെ തൊട്ട് ജനങ്ങളുടെ സമ്പത്തിലും അവരുടെ രക്തത്തിലും അവരുടെ അഭിമാനത്തിലും സുരക്ഷിതരായിരിക്കും. അവനിൽ നിന്നൊരു വഞ്ചന അവർക്ക് ഭയപ്പെടേണ്ടി വരില്ല. വിശ്വസ്തത, അമാനത്ത് കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. നാലാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞു, ഹിഫ്ദുൽ ഫുറൂജ്, ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അഥവാ ഹറാമായ രീതിയിൽ അത് ഉപയോഗിക്കാത്ത, വ്യഭിചാരത്തിലേക്ക് എത്താത്ത സമൂഹത്തിന്റെ നിലനിൽപ്പിനെ നശിപ്പിക്കുന്ന ആളുകളായി അവർ മാറുകയില്ല. മുഅ്മിനീങ്ങളുടെ വിശേഷണം പറയുന്നിടത്ത് അല്ലാഹു തആല പറഞ്ഞു, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ, അവരവരുടെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും, അവർ അവരുടെ ഭാര്യമാരിലോ അല്ലെങ്കിൽ വലത് കൈ ഉടമപ്പെടുത്തിയ അടിമകളിലോ അല്ലാതെ ഫൈന്നഹും ഗൈറു മലൂമിൻ, അവർ ആക്ഷേപാർഹരല്ല, അത് അവർക്ക് അനുവദനീയമാണ്. ഫമനിബ്തഗാ വറാഅ ദാലിക് ഫഉലൈക ഹുമുൽ ആദൂൻ, അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിൽ തെറ്റായ രീതിയിൽ അതിന് മുന്നിട്ടാൽ അവരാണ് അതിര് കവിഞ്ഞവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അഞ്ചാമത്തെ കാര്യം ഗദ്ദുൽ ബസർ, ദൃഷ്ടി താഴ്ത്തുക, ഹറാമായ കാര്യങ്ങളിൽ നിന്ന് ദൃഷ്ടി താഴ്ത്തുക. ഒരാളുടെ ഖൽബിന് അല്ലാഹുവിന്റെ പ്രകാശം ലഭിക്കുന്ന, അവന്റെ നഫ്സിനെ ശുദ്ധീകരിക്കുന്ന, ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കാരണമാകുന്ന കാര്യമാണ് ദൃഷ്ടി താഴ്ത്തുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം, നബിയേ നീ പറയുക മുഅ്മിനീങ്ങളോട് അവരെ ദൃഷ്ടി താഴ്ത്താൻ. അതുപോലെ തന്നെ വഖുൽ ലിൽ മുഅ്മിനാത്ത് യഗ്ദുദ്ന മിൻ അബ്സാരിഹിൻ, മുഅ്മിനാത്തുകളായ മുഅ്മിനീകളായ സ്ത്രീകളോടും പറയുക അവരെ ദൃഷ്ടി താഴ്ത്താൻ. അല്ലാഹുവിന്റെ കൽപ്പനയാണ്, അല്ലാഹുവിന്റെ അനുസരണമാണ്. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആറാമത്തെ കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പറഞ്ഞു, കഫുൽ ഐദി, നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതിരിക്കുക. നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമില്ലാതെ ആ ഉപദ്രവത്തെ തടയുക എന്നുള്ളത്, ഒരു മുഅ്മിനെയോ ഒരു മുഅ്മിനത്തിനെയോ ഉപദ്രവിക്കുക എന്നുള്ളത് ഗൗരവമേറിയ കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന യുഅ്ദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങളായ സ്ത്രീ പുരുഷന്മാരെ അനാവശ്യമായി ഉപദ്രവിക്കുന്നവർ ബിഗൈരി മക്തസബ്, ഒരു കാരണവുമില്ലാതെ ഫഖദ് ഇഹ്തമലൂ ബുഹ്താനൻ വഇസ്മൻ മുബീന, വലിയ ആക്ഷേപവും ഗൗരവമുള്ള തിന്മയുമാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് വാക്കുകൊണ്ടാവാം, പ്രവർത്തനങ്ങൾ കൊണ്ടാവാം, ഏത് തരത്തിലുമാകാം. അതുപോലെ തന്നെ ആ ഉപദ്രവം നീക്കിക്കൊടുക്കുക എന്നുള്ളത്, ഒരു മുസ്ലിമിനെ ബാധിക്കുന്ന ഉപദ്രവം നീക്കിക്കൊടുക്കുക എന്നുള്ളത് സ്വർഗ്ഗപ്രവേശനത്തിന് കാരണമാകുന്ന കാര്യമാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മർറ റജുലുൻ ബിഗുസ്നി ഷജറത്തിൻ അലാ വഹരി ത്വരീഖിൻ, ഒരിക്കൽ ഒരു വ്യക്തി വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഒരു മരക്കൊമ്പിന്റെ അടുത്തുകൂടെ പോവുകയുണ്ടായി. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലഉനഹിയന്ന ഹാദാ അനിൽ മുസ്ലിമീൻ ലാ യുഅദീഹിം, മുസ്ലിമീങ്ങൾക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ ഇതിനെ ഞാൻ മുറിച്ചു മാറ്റുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. ഫഉദ്ഖിലൽ ജന്ന, ആ വഴിയിലുള്ള തടസ്സം നീക്കിയത് കാരണത്താൽ അദ്ദേഹം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ നിസ്സാരമായ ഒരു തടസ്സം മുസ്ലിമീങ്ങളിൽ നിന്ന് ഒഴിവാക്കിയാൽ തന്നെ അവർ സ്വർഗ്ഗം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിമിനെ വേദനിപ്പിക്കുന്ന, അത് വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ഉപദ്രവിക്കുന്നത് എത്ര ഗൗരവമുള്ള കാര്യമായിരിക്കും. സഹോദരങ്ങളെ, ഈ 6 കാര്യങ്ങൾ നാം ഗൗരവത്തിൽ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗ്ഗത്തിന് ഞാൻ ജാമ്യം നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മോട് ആവശ്യപ്പെട്ടതാണ്. ഈ 6 കാര്യങ്ങൾ ജീവിതത്തിൽ മരണം വരെ നിങ്ങൾ കാത്തു സൂക്ഷിക്കാൻ തയ്യാറാണോ? ഈ 6 കാര്യങ്ങളിൽ നിങ്ങൾ ഉറപ്പ് നൽകാൻ തയ്യാറാണോ? അല്ലാഹുവിന്റെ റസൂലത സ്വർഗ്ഗത്തിന്റെ പേരിൽ നമുക്ക് ജാമ്യം നിൽക്കുന്നു. ആ 6 കാര്യങ്ങളെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ഒന്നാമത്തേത് അസ്ദിഖു ഫിൽ ഹദീസ്, നമ്മുടെ സംസാരം സത്യസന്ധമാവുക. രണ്ടാമത്തേത് വഫാഉ ഫിൽ വഅദ്, നമ്മുടെ വാഗ്ദാനവും വാക്കും പൂർത്തീകരിക്കുക. മൂന്നാമത്തേത് അദാഉൽ അമാന, നമ്മുടെ വിശ്വസ്തത അത് ആളുകളിൽ കാത്തു സൂക്ഷിക്കുക. നാലാമത്തേത് ഹിഫ്ദുൽ ഫുറൂജ്, ഗുഹ്യസ്ഥാനം ഹറാമല്ലാത്ത രീതിയിൽ കാത്തു സൂക്ഷിക്കുക. അഞ്ചാമത്തേത് ഗദ്ദുൽ ബസർ, ദൃഷ്ടി താഴ്ത്തുക. ആറാമത്തേത് കഫുൽ ഐദി, നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതിരിക്കുക. ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു വസ്തു വാങ്ങുന്നതിൽ നാം ഈ കാര്യത്തെ ചിന്തിക്കുക. നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരാൾ നമുക്ക് ജാമ്യം നിൽക്കുന്നുവെങ്കിൽ, നമുക്ക് ഉറപ്പ് നൽകുന്നുവെങ്കിൽ എത്രത്തോളം വിശ്വാസത്തോടെയാണ് ആ കാര്യം നാം അംഗീകരിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാമ്യം നിന്ന ഈ സ്വർഗ്ഗത്തിന് വേണ്ടി ഈ 6 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമുക്ക് എന്താണ് മടി? നമുക്കെന്താണ് ബുദ്ധിമുട്ട്? മരണം വരെ അതിനുവേണ്ടി പരിശ്രമിക്കുക. സ്വർഗം അതിവിശാലമാണ്. നാം ചിന്തിക്കുന്നതിനേക്കാൾ നമുക്ക് ആസ്വാദനങ്ങൾ നൽകുന്ന ഭവനമാണ്. അല്ലാഹു തആല ഇതുപോലെയുള്ള കരാറുകൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ഭവനമാണ്. അല്ലാഹു തആല പറഞ്ഞു, വഉസ്ലിഫത്തിൽ ജന്നതു ലിൽമുത്തഖീന ഗൈറ ബഈദ്. അതാ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച തഖ്വയുള്ള ആളുകൾക്ക് സ്വർഗം വിദൂരമല്ലാത്ത രീതിയിൽ അവരിലേക്ക് അടുപ്പിക്കുന്നതാണ്. ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്.
അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന, തന്റെ ജീവിതം കാത്തു സൂക്ഷിക്കുന്ന ഏതൊരുവനും അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യമാണത്. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യമായ അവസ്ഥയിൽ തന്റെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട്, അറിഞ്ഞുകൊണ്ട് ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ. വജാഅ ബിഖൽബിൻ മുനീബ്, താഴ്മയുള്ള മടങ്ങിച്ചെല്ലുന്ന ഖൽബോടുകൂടി വന്നെത്തുന്നവർക്ക് ഉദ്ഖുലൂഹാ ബിസലാം, അവരോട് പറയും നിങ്ങൾ സുരക്ഷിതമായി സമാധാനത്തോടുകൂടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. ദാലിക യൗമുൽ ഖുലൂദ്, ഇതാ ഇവിടെ ഇനി ശാശ്വതമായ ദിവസങ്ങളാണ്. ഇവിടെ രാപ്പകലുകളില്ല, അതുപോലെ തന്നെ ഉറക്കമില്ല, ക്ഷീണമില്ല, രോഗമില്ല, മരണമില്ല. ശാശ്വതമായ ജീവിതമാണ് നിങ്ങൾക്ക് അവിടെയുള്ളത്. ലഹും മാ യശാഊൻ, അവിടെ അവർ ഉദ്ദേശിക്കുന്നതെല്ലാം ഉണ്ട്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്നതും ഇച്ഛിക്കുന്നതും എത്രയോ ലഭിക്കാതെ പോകുന്നു. എന്നാൽ അവിടെ നാം ചിന്തിക്കേണ്ട താമസത്തിൽ ആ കാര്യങ്ങൾ ലഭിക്കുന്നു. അത് മാത്രമോ, വലദൈനാ മസീദ്, അള്ളാഹു പറയുകയാണ് നമ്മുടെ അടുക്കൽ അതിനേക്കാൾ അധികമായിട്ടുണ്ട്. അഥവാ ആ സ്വർഗത്തിൽ റഹ്മാനായ റബ്ബിന്റെ വജ്ഹിലേക്കുള്ള നോട്ടവുമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സ്വർഗം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനെ നിഷേധിച്ച മുശ്രിക്കുകൾ പോലും അൽ അമീൻ എന്ന് പറഞ്ഞിട്ടുള്ള അസ്സാദിഖുൽ മസ്ദൂഖായ അള്ളാഹുവിന്റെ റസൂൽ ജാമ്യം നിന്നിട്ടുള്ള, ഉറപ്പ് നൽകിയിട്ടുള്ള ഈ 6 കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ, ഒരു മുഅ്മിനിന്റെ അടയാളങ്ങളായി, ഗുണങ്ങളായി പഠിപ്പിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നാം തയ്യാറല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നാം സ്വർഗത്തെ ആഗ്രഹിക്കുന്നത്? ചിന്തിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.